ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ്. ആദ്യത്തെ യൂണിറ്റ് ഏതാണ്? നമ്മുടെ യൂണിറ്റ് പീലീസ് വില്ലേജ് അല്ലേ, പീലിയുടെ ഗ്രാമം. ഈ ഒരു പാഠത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ആദ്യത്തെ കമൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ ഭാഗം ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ബാക്കി ഭാഗം കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് പറയാനുള്ള എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ? നമ്മൾ പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു. പീലിയുടെ 4 കൂട്ടുകാർ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ അവർ അവിടെ എത്തിയിട്ട് ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി എന്താ ഇതിൽ ആദ്യത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഷാൽ വി മേക്ക് എ ഡിഷ് ഫോർ ഫ്രണ്ട്സ്? എന്താ പറയുന്നത്? നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുത്താലോ, അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലോ. പ്രിപ്പയർ എ ഡിഷ് യൂസിങ് എഡിബിൾ ഐറ്റംസ് കളക്റ്റഡ് ഫ്രം യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ അടുത്ത് പുറത്തല്ലേ, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ എന്തുണ്ടാവും? ചില പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ലോക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ അവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം നമ്മുടെ ഫ്രണ്ട്സിന് ഉണ്ടാക്കി കൊടുത്താലോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ പലരും വീട്ടിൽ എന്തുണ്ടാവും? പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ പച്ചക്കറി തോട്ടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പാടത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലോ എന്നാണ് ചോദിക്കുന്നത്. ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ് പ്രിപ്പയർ ആൻഡ് ബ്രിങ് ഇറ്റ് ടു ദ ക്ലാസ് റൂം. നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുടെ ഹെൽപ്പോട് കൂടി ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. ഹോപ്പ് യു വുഡ് ഷെയർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ബ്രിങ് വിത്ത് എവ്രി വൺ ഇൻ ദ ക്ലാസ്. നിങ്ങൾ കൊണ്ടുവരുന്ന സാധനം ക്ലാസ്സിലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീടിൻ്റെ അടുക്കള തോട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ മത്തങ്ങ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മത്തങ്ങേനെ എന്താണ് പറയുക? പംകിൻ, PUMPKIN, പംകിൻ. അടുത്തത് ഇതാണ് നമ്മുടെ കുമ്പളങ്ങ അല്ലേ. കുമ്പളങ്ങേനെ പറയുന്നത് ആഷ് ഗോഡ് എന്നാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ അതിൻ്റെ പേരുണ്ട്, കണ്ടോ? ആഷ് ഗോഡാണ്. ഏതൊക്കെ പച്ചക്കറികളാണ് പിന്നെ നമുക്ക് കിട്ടാവുന്നത്? ഡ്രം സ്റ്റിക്ക്, കണ്ടോ? DRUMSTICK. നിങ്ങളുടെ വീട്ടുമുറ്റത്തൊക്കെ ഒരുവിധം എല്ലാവരും വീട്ടിൽ എന്തുണ്ടാവും? ഈ മുരിങ്ങ ഉണ്ടാവും അല്ലേ. അപ്പം മുരിങ്ങാക്കോലിനെയാണ് എന്ത് പറയുന്നത്? ഡ്രം സ്റ്റിക്ക്. നമ്മുടെ ടൊമാറ്റോ അല്ലേ, തക്കാളിയാണ്. ഇത് ഗ്രീൻ ചില്ലി അല്ലേ, ചില്ലിയാണ്. നമ്മൾ എലിഫൻറ്റ് യാം അല്ലെങ്കിൽ എലിഫൻറ്റ് ഫൂട്ട് യാം അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ചേനയാണ്. എന്താണ്? ലേഡീസ് ഫിംഗർ അല്ലേ. നമ്മുടെ വെണ്ടയ്ക്കയാണ്. സ്ട്രിങ് ബീൻസ് അല്ലേ, ബീൻസ് എന്ന് പറയാം. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബീൻസ് ആണ്. പച്ചപ്പയർ, വള്ളിപ്പയറിനെയാണ് പറയുന്നത്. നമ്മുടെ ബ്രിഞ്ചോൾ അല്ലേ, വഴുതനങ്ങ. അപ്പോൾ ഇതൊക്കെയാണ് എന്തെങ്കിലും നിങ്ങളുടെ ടീച്ചർ എഴുതി കൊണ്ടുവരാൻ പറയുകയാണ്. എന്തൊക്കെ ഐറ്റംസാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവാറുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ, കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഈ വെജിറ്റബിൾസിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. ഐ ലൈക്ക് ദിസ് പ്ലേസ് വെരി മച്ച്. ഇനി എന്താ പറയുന്നത്? ആരാ പറയുന്നത്? വിക്കിയാണ് പറയുന്നത്. നമുക്കറിയാം വിക്കിയാണ് ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, പൈസക്കാരനായിട്ടുള്ള കുട്ടി അല്ലേ. നല്ല റിച്ച് ആയിട്ടുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി വിക്കിയാണ്. ഐ ലൈക്ക് ദിസ് പ്ലേസ് വെരി മച്ച്. എനിക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു. ബട്ട് അങ്കിൾ ഐ ഹാവ് എ ഡൗട്ട്. എന്താ പറയുന്നത്? വിക്കി നമ്മുടെ പീലിയുടെ അച്ഛനോട് പറയാണ്, അങ്കിൾ പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എനിക്ക് ഒരു കാര്യം അച്ഛനോട് ചോദിക്കാനുണ്ട് അല്ലേ, അങ്കിളിനോട് ചോദിക്കാനുണ്ട്. വോണ്ട് യു ഫീൽ ബോർ വിത്തൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി? ഈ ഗ്രാമമൊക്കെ കാണാൻ കൊള്ളാം അല്ലേ, പക്ഷെ എന്താണ്, നിങ്ങൾക്ക് വൈഫൈ കണക്ടിവിറ്റിയും ഇൻ്റർനെറ്റും ഒന്നും തന്നെ ഇല്ലല്ലോ. അതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ ബോറടിക്കുന്നില്ലേ, നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. What will you do if you wish to play a game, Peely? How do you feel happy without any games? If we were in city, we could do many things. എന്താ പറയുന്നത്? വാട്ട് വിൽ യു ഡു ഇഫ് യു വിഷ് ടു പ്ലേ എ ഗെയിം? നിനക്കൊരു ഗെയിം അല്ലേ, മൊബൈൽ ഗെയിംസൊക്കെ എല്ലാവരും കളിക്കാറുണ്ട് അല്ലേ, ഓൺലൈൻ ഗെയിംസൊക്കെ കളിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഗെയിംസൊക്കെ കളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പീലി നീ എന്താണ് ചെയ്യാറ്? ഈ ഒരു ഗെയിംസും ഇല്ലാതെ നീ നിനക്ക് എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? ഞങ്ങൾ സിറ്റിയിലായിരുന്നെങ്കിൽ എന്താണ്, ഞങ്ങൾക്ക് പല ഓപ്ഷനും ഉണ്ട് അല്ലേ. നമുക്ക് ഷോപ്പിംഗ് മാളിൽ പോവാം, കറങ്ങാൻ പോവാം, റെസ്റ്റോറൻറ്റിൽ പോവാം അല്ലേ, ഷോപ്പിങ്ങിന് പോവാം. ഗ്രാമം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒന്നും ചെയ്യാനില്ലല്ലോ എന്നാണ് വിക്കി ചോദിക്കുന്നത്. ഇനി അപ്പു എന്താ പറയുന്നത്?
ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. എന്താ പറയുന്നത്, ഈ സ്ഥലമാണ് എനിക്ക് സിറ്റിയേക്കാൾ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. എനിക്ക് കൗതുകമാണ് ഇവിടെ വന്നപ്പോൾ, അല്ലേ, ഇഷ്ടപ്പെട്ടു എനിക്ക് എന്നൊക്കെ ആര് പറയുന്നു, അപ്പു പറയുന്നു, അല്ലേ. അപ്പോൾ രണ്ടുപേരും ചിന്തകൾ നോക്കിയേ, രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്, അല്ലേ. വിക്കിക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്താണ്, അത്രത്തോളം അവൻ വിചാരിക്കുന്ന സൗകര്യങ്ങളെല്ലാം ആ ഗ്രാമത്തിൽ ഇല്ല എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അപ്പു എന്താ പറയുന്നത്, എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടു, സിറ്റിയേക്കാളും നല്ലത് ഇതാണ് എന്ന് പറയുന്നു, അല്ലേ. എന്തുകൊണ്ടാണ്, രണ്ടുപേരും രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത്, അല്ലേ. വിക്കിയുടെ വീട്ടിൽ എല്ലാ സിറ്റീസും ഉണ്ട്, വൈഫൈയും ഇൻ്റർനെറ്റും ടി വിയും, അല്ലേ, എല്ലാം അതും ഉണ്ട്. അവൻ ഫ്ലാറ്റിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അപ്പു എങ്ങനെയാണ്, സ്ലം, ചേരി പ്രദേശം, അല്ലേ. അവന് കിടന്നുറങ്ങാൻ നല്ലൊരു വീട് പോലും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് അപ്പുവിന് ആ നല്ല വൃത്തിയുള്ള ആ ഗ്രാമം അപ്പുവിന് ഇഷ്ടപ്പെട്ടതും വിക്കിക്ക് ഇഷ്ടപ്പെടാഞ്ഞതും, അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞതും. വൈ വുഡ് ഹാവ് വിക്കി ആൻഡ് അപ്പു സെഡ് ടു ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദ സെയിം സിറ്റി. ഒരേ സ്ഥലത്തെക്കുറിച്ച് എന്തുകൊണ്ടായിരിക്കാം വിക്കിയും അപ്പുവും രണ്ട് ഒപ്പീനിയൻ പറയുന്നത്. ശരിക്കും വില്ലേജ് നാവും വരേണ്ടത് കേട്ടോ, പീരിയുടെ വില്ലേജിനെ പറ്റിയല്ലേ അവർ ഒപ്പീനിയൻ പറയുന്നത്. അപ്പു ഈസ് പുവർ ആൻഡ് ലിവ്സ് ഇൻ എ സ്ലം ഏരിയ. അപ്പു എന്താണ്, അപ്പു ദരിദ്രനാണ്, അവൻ ജീവിക്കുന്നത് ഒരു ചേരി പ്രദേശത്താണ്. ഹി ഡോണ്ട് ഹാവ് ഈവൻ ബേസിക് ഫെസിലിറ്റീസ് ഓർ എ ക്ലീൻ സറൗണ്ടിങ്. അവന് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള, അല്ലേ, ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ, ബാത്റൂം പോകണമെങ്കിൽ നല്ലൊരു ബാത്റൂമോ ടോയ്ലറ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല. കിടന്നുറങ്ങാൻ വൃത്തിയുള്ള സ്ഥലം ഉണ്ടാവില്ല, അല്ലേ. പഠിക്കാനുള്ള ലൈറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അവൻ്റെ ചുറ്റുമുള്ള ഏരിയ എങ്ങനെയാണ്, ഈ പിക്ചറിൽ കാണുന്നത് പോലെ അത്രയും വൃത്തിയുള്ള ഒരു സ്ഥലമൊന്നും ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വിക്കി എങ്ങനെയാണ്, ബട്ട് വിക്കീസ് ഫാമിലി ഈസ് റിച്ച്. വിക്കിയുടെ ഫാമിലി റിച്ച് ആണ്, അല്ലേ, പൈസ ഉള്ളവരാണ്. ഹി ലിവ്സ് ഇൻ എൻ അപ്പാർട്ട്മെന്റ് ആൻഡ് ഹീസ് പ്രൊവൈഡഡ് വിത്ത് ഓൾ ദ ഫെസിലിറ്റീസ്. അവൻ ജീവിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിൽ, ഫ്ലാറ്റിലാണ്. അതുപോലെ തന്നെ എന്താണ്, അവന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, അല്ലേ, ഇൻ്റർനെറ്റും വൈഫൈയും ഒക്കെ ഉണ്ട്. ഹി എൻജോയ്സ് ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതം അവൻ ആസ്വദിച്ചാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടായിരിക്കാം അവർക്ക്, അപ്പോൾ നെക്സ്റ്റ് എന്താ പറയുന്നത്, അപ്പു ലൈക്ക് ദ ക്ലീൻ ആൻഡ് പീസ്ഫുൾ വില്ലേജ് ബട്ട് വിക്കി ഈസ് തിങ്കിങ് അബൌട്ട് മോഡേൺ ഫെസിലിറ്റീസ് ലൈക്ക് ഇൻ്റർനെറ്റ് വിച്ച് ഈസ് നോട്ട് ദർ ഇൻ വില്ലേജ്. സോ ദെയർ ഒപ്പീനിയൻ ഡിഫർ. എന്താ പറയുന്നത്, അപ്പുവിന് ആ ക്ലീനും അതുപോലെ തന്നെ എന്താണ് ശാന്തമായിട്ടുള്ള ആ ഒരു വില്ലേജ്, ആ ഒരു ഗ്രാമം ഇഷ്ടപ്പെട്ടു. കാരണം അപ്പുവിൻ്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല, അല്ലേ. പക്ഷെ വിക്കി എങ്ങനെയാണ്, വിക്കി അവിടെ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഓൺലൈൻ ഇല്ല, എന്താണ്, ഇൻ്റർനെറ്റ് ഇല്ല, അല്ലേ, ഗെയിംസ് എങ്ങനെ കളിക്കും, അങ്ങനെയൊക്കെയാണ് വിക്കി ആലോചിക്കുന്നത്. അപ്പോൾ ആ രണ്ടുപേരിലെ ആ ചിന്തയിലെ വ്യത്യാസങ്ങൾ കാരണമാണ് അവരുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താ, അഭിപ്രായം വ്യത്യസ്തമായത്. പീലിയുടെ അച്ഛൻ എന്താ പറയുന്നത്, ദർ ആർ വേരിയസ് ഗെയിംസ് ഹിയർ ടു. അയ്യോ, ഇവിടെയും പല ഗെയിംസും ഉണ്ട്, അല്ലേ. കം ഓൺ, ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ ചിൽഡ്രൻ ആർ പ്ലേയിങ് ആൻഡ് ഹാവിങ് ഫൺ ഹിയർ. ഓ, നീ ഒന്ന് എൻ്റെ കൂടെ വാ, ഞാൻ നിനക്ക് എന്ത് കാണിച്ചു തരാം. ഈ ഗ്രാമത്തിലുള്ള കുട്ടികൾ എന്തൊക്കെ കളികളാണ് കളിക്കുന്നത്, അവരിവിടെ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട് എന്നൊക്കെ നിനക്ക് കാണിച്ചു തരാം എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പീലിയുടെ അച്ഛൻ പറയുന്നത്. Okay, come on, we can also go with Pili's father and see the different streams of fun in the village. എന്താ പറയുന്നത്, നമുക്കും പീലിയുടെ അച്ഛൻ്റെ കൂടെ പോയിട്ട് അവിടെ എന്തൊക്കെ കളികളാണ് കളിക്കുന്നത് എന്ന് നോക്കിയാലോ. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. എന്താ ആക്ടിവിറ്റി, യു ടു ഹാവ് എക്സ്പീരിയൻസ് മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്, ഹാവ് ഇൻ യു. നിങ്ങളും ഇതുപോലെയുള്ള മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും വന്നിട്ടില്ലേ, അല്ലേ. നിങ്ങളൊരു പിക്നിക്കിന് പോവാണ്, അല്ലേ, അച്ഛൻ അല്ലെങ്കിൽ ഒരു പുതിയ ഉടുപ്പോ ഒരു കളിപ്പാട്ടോ കൊണ്ടുതരാണ്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുന്നത്, സന്തോഷമാണ് ഉണ്ടാവുന്നത്. വാട്ട് തിങ്സ് മേക്ക് യു ഹാപ്പി. നിങ്ങളെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്. With the help of digital devices in the school, make a selfie video entitled My Happiness under the supervision of your teacher. നിങ്ങളുടെ സ്കൂളിലെ ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ ഉണ്ടല്ലോ, ഓക്കെ, ഫോണിൻ്റെ സഹായത്തോടു കൂടി ഒരു എന്തുണ്ടാക്കാനാണ് പറയുന്നത്, ഒരു സെൽഫി വീഡിയോ, അല്ലേ, വീഡിയോ ഉണ്ടാക്കാനാണ് പറയുന്നത്. മൈ ഹാപ്പിനെസ്, നിങ്ങളുടെ സന്തോഷത്തെ പറ്റിയൊരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് തിങ്സ് മേക്ക് യു ഹാപ്പി. കുറച്ച് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ദ ട്രിപ്പ് ടു മൂന്നാർ ഡ്യൂറിങ് സമ്മർ വെക്കേഷൻ. ഈ സമ്മർ വെക്കേഷന് പോയ മൂന്നാറിലേക്കുള്ള ട്രിപ്പ് ആ ട്രിപ്പിൽ ഞാൻ ഹാപ്പി ആയിരുന്നു, അല്ലേ.
വെൻ ഡാഡി ഗിഫ്റ്റഡ് മീ ബൈസിക്കിൾ ഫോർ മൈ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേക്ക് അച്ഛൻ എനിക്ക് സൈക്കിള് ഗിഫ്റ്റായി തന്നപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദ മൊമെൻ്റ് ഐ ഫസ്റ്റ് സോ മൈ ബേബി ബ്രദർ, അല്ലേ എൻ്റെ ബേബി ബ്രദറിനെ ആദ്യമായി ഞാൻ കണ്ടപ്പോൾ ആ ഒരു മൊമെൻ്റ്, ആ ഒരു നിമിഷം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. ദ മൊമെൻ്റ് ഐ സോ എ വാട്ടർഫോൾ, വെള്ളച്ചാട്ടം ഞാൻ ആദ്യമായി കണ്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ദ മൊമെൻ്റ് ഐ ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ഫോർ ഡ്രോയിങ്, അല്ലേ എപ്പോഴാണ് ഡ്രോയിങ്ങിനോ പെയിൻറ്റിങ്ങിനോ റണ്ണിങ്ങിനോ ഏതിനെങ്കിലും ഒക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ, ആ ഒരു നിമിഷത്തിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അടുത്ത ഹെഡിങ് എന്താ? ദ റസ്റ്റിക് ബ്യൂട്ടി. റസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നാടൻ, അല്ലേ? നാടൻ ബ്യൂട്ടി എന്ന് പറഞ്ഞാലോ ഭംഗി. ആ നാടൻ ഭംഗി എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് വാക്ക് ത്രൂ പീലീസ് വില്ലേജ് ആൻഡ് സീ ഹൗ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നമ്മൾ പീലിയുടെ വില്ലേജ് കാണാൻ പോവാണ്, അല്ലേ? ഇതൊരു ഗ്രാമത്തിൻ്റെ പിക്ചറാണ്, അല്ലേ? അതിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്, അല്ലേ? തനതായ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? റസ്റ്റിക് ബ്യൂട്ടി. ഇനി അടുത്തത് നമുക്ക് വായിച്ചു നോക്കാം. വില്ലേജസ് കം ടു ദ വീക്ക്ലി മാർക്കറ്റ് ടു ബൈ ആൻഡ് സെൽ ലോക്കലി പ്രൊഡ്യൂസ് ഗുഡ്സ്. കണ്ടോ, ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ എന്താണ്? വീക്ക്ലി മാർക്കറ്റ്സ്, അല്ലെ? ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ മാർക്കറ്റ് ഉണ്ടാവും, ചന്ത ഉണ്ടാവും. അവിടെ വന്നിട്ടാണ് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ, അല്ലേ? അവരുണ്ടാക്കുന്നത് കണ്ടോ, ഇപ്പോൾ കലങ്ങളായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ അവരുടെ പാടത്തുണ്ടായിട്ടുള്ള മത്തങ്ങയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനും അവർ എവിടേക്കാണ് എത്തുന്നത്? മാർക്കറ്റ്, ചന്തയിലേക്കാണ് എത്തുന്നത്. ഓക്കെ അല്ലേ? ചിലരുടെ വീട്ടിൽ ചിലപ്പോൾ മത്തങ്ങയാണ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അവർക്ക് ചിലപ്പോൾ വേണ്ടത് എന്തായിരിക്കും? അരിയാവും വേണ്ടി വരിക, അല്ലേ? അപ്പോൾ അവരെന്താ ചെയ്യുക? അവർ ഈ മാർക്കറ്റിൽ വന്നിട്ട് അവരുടെ കയ്യിലുള്ള മത്തങ്ങ അത് ആവശ്യമുള്ളവർക്ക് വിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് എന്ത് മേടിക്കുന്നുണ്ടാവും? മറ്റാരുടെങ്കിലും കയ്യിൽ നിന്ന് അവർക്ക് ആവശ്യപ്പെട്ട അരി മേടിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ദർ ആർ വീക്ക്ലി റെഗുലർ ആൻഡ് ഈവനിങ് മാർക്കറ്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി, റൈറ്റ്? വിസിറ്റ് എ മാർക്കറ്റ് വിത്ത് യുവർ എൽഡേഴ്സ്, ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. വീടിൻ്റെ അടുത്തും ഇതുപോലെയുള്ള ചന്തകളൊക്കെ ഉണ്ടാവും, അല്ലേ? ഇങ്ങനെ നമ്മൾ പച്ചക്കറികളൊക്കെ മേടിക്കാൻ പോകുന്ന മാർക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങളുടെ എൽഡേഴ്സിൻ്റെ കൂടെ, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ഒക്കെ കൂടെ പോയിട്ട് അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടക്കുന്നത്, കാര്യങ്ങളാണ് നടക്കുന്നതെന്നൊന്ന് നിങ്ങളോട് നോക്കാൻ പറയുന്നുണ്ട്, അത് എഴുതാനും പറയുന്നുണ്ട്. കണ്ടോ, ചില മാർക്കറ്റ്സ് ഇതാ ഇങ്ങനെയായിരിക്കും. ചിലത് എന്താ പറയുക, വെജിറ്റബിൾസ് മാത്രം വിൽക്കുന്നതായിരിക്കും. ചില സ്ഥലത്ത് വേറെ പല സാധനങ്ങളും വിൽക്കുന്നുണ്ടായിരിക്കും. കണ്ടോ, ഇതാ മൺകലങ്ങൾ വിൽക്കുന്നതുണ്ട്. ചില സ്ഥലത്ത് ഫിഷ് വിൽക്കുന്നുണ്ടാവും, ഇതുപോലെ മീൻ വിൽക്കുന്നുണ്ടാവും. ഓക്കെ, മാർക്കറ്റിനെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് മാർക്കറ്റ് എന്താണെന്ന് എഴുതാം. A market is a location where people gather for the purchase and sale of goods. സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ആൾക്കാർ എത്തിച്ചേരുന്ന ആ സ്ഥലത്തിനെയാണ് ഗ്യാദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ കൂട്ടമായിട്ട് എത്തിച്ചേരും. ആ സ്ഥലത്തെയാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് എന്ന് പറയുന്നത്, ചന്ത എന്ന് പറയുന്നത്. ദ പാർട്ടീസ് ഇൻവോൾവ് ആർ യൂഷ്വലി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അല്ലേ? ചന്തയിൽ പോകുന്നത് എന്തിനാണ്? മാർക്കറ്റിൽ പോകുന്നത് എന്തിനാണ്? നമ്മൾ പോകുന്നത് സാധനങ്ങൾ മേടിക്കാനാണ്, അല്ലേ? ബാക്കിയുള്ള ആൾക്കാരോ ഈ ചട്ടിയും കലവും അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് എത്തുന്നത്. അപ്പോൾ മാർക്കറ്റിൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട്. ബയേഴ്സ് വാങ്ങുന്ന ആൾക്കാരുണ്ട്, സെല്ലേഴ്സ് വിൽക്കുന്ന ആൾക്കാരുമുണ്ട്. The sellers will be selling different items such as vegetables, fruits, fish, utensils, clothes, etc. Sellers എന്താണ്? പല സാധനങ്ങളും വിൽക്കും, അല്ലേ? വെജിറ്റബിൾസ്, നമ്മുടെ പച്ചക്കറികൾ വിൽക്കുന്നുണ്ടാവും. ഫ്രൂട്ട്സ്, ഫലവർഗ്ഗങ്ങൾ വിൽക്കുന്നവരുണ്ടാവും. ഫിഷ്, മീൻ വിൽക്കുന്നവരുണ്ടാവും. യൂട്ടൻസിൽസ്, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നവരുണ്ടാവും, അല്ലേ? പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ക്ലോത്ത്സ്, അല്ലേ? ഷർട്ടും പാൻറ്റും ഒക്കെ വിൽക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. ദ ബയേഴ്സ് വിൽ ബൈ ദ പ്രോഡക്ട്സ് ദേ നീഡ്. ബയേഴ്സ് എന്താ ചെയ്യുക? അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഏതാണോ അവരത് മേടിക്കും. വി ഹാവ് ടു പേ പ്രൈസ് ഫോർ എവറി പ്രോഡക്റ്റ്. നമ്മൾ ഏതൊരു സാധനം മേടിക്കുകയാണെങ്കിൽ എന്താണ്? ഇപ്പോൾ ഒരു മത്തങ്ങ മേടിക്കുകയാണെങ്കിൽ അതിന് 50 രൂപയാണെങ്കിൽ നമ്മൾ 50 രൂപ അവർക്ക് കൊടുക്കണം, അല്ലേ? ആ ഒരു പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? തിരിച്ച് ആ സാധനങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏതൊരു സാധനമായിക്കോട്ടെ നമ്മൾ മേടിക്കേണ്ടത് അതിനൊരു വില, ഒരു പൈസ നമ്മൾ സെല്ലറിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. Piri's father gifted her friends hat made of coconut fronds, baskets and clothes. Coconut fronds എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓല കൊണ്ടുള്ള ഹാറ്റ്, തൊപ്പിയും അതുപോലെ തന്നെ ബാസ്ക്കറ്റ്, കുട്ടകളും ഡ്രസ്സുമൊക്കെ ക്ലോത്ത്സുമൊക്കെ അവർക്ക് സമ്മാനമായി കൊടുത്തു. കണ്ടോ, ഇതാണ്
അതുകൊണ്ടുള്ള തൊപ്പി, കൊട്ട കണ്ടോ, ഓല കൊണ്ടുള്ള കൊട്ട കണ്ടോ, അങ്ങനെയുള്ള പല സാധനങ്ങളും അവർ കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും എന്താണ്, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പമ്പരം ഉണ്ടാക്കിയിട്ടുണ്ട്, കിളികളെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഫിഷിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. കണ്ടോ, ഇതെന്താണ്, ഒരു മാല പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഒരു ബാസ്ക്കറ്റും അതുപോലെ തന്നെ അതിൽ റോസപ്പൂവ്, ഓല കൊണ്ടുള്ള കൊട്ടകൾ, കോക്കനട്ടിൻ്റെ ഷെല്ല് അല്ലേ. കോക്കനട്ട് ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, ചിരട്ട കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. കണ്ടോ, തല ഇങ്ങനെ ആട്ടുന്ന ഡോളിനെ, പെൻസിൽ ഹോൾഡർ അല്ലെങ്കിൽ പെൻ ഹോൾഡർ ഉണ്ടാക്കാം. ഒരു ഫ്ലവർ വേസ് പോലെ പേപ്പർ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം. എന്താ കണ്ടോ, ഇതുപോലെ ഒരു ആനേനെ ഉണ്ടാക്കാം, തവള, ബട്ടർഫ്ലൈ, പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്താ പറയുന്നത്, ഇനി ആരാ പറയുന്നത്, ഇതുവരെ പീലിയുടെ അച്ഛനാണ് പറഞ്ഞിരുന്നത്, ഇനി പറയുന്ന ആരാ, പീലിയാണ് പറയുന്നത് അല്ലേ. ദർ ആർ മെനി സച്ച് പോണ്ട്സ് ഇൻ ദിസ് വില്ലേജ്, മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ സെൽഫ് ലേൺ ടു സ്വിം ഇൻ ദീസ് പോണ്ട്. കണ്ടോ, ഇങ്ങനെയുള്ള കുളങ്ങൾ ധാരാളമുണ്ട് എൻ്റെ വില്ലേജിൽ, എൻ്റെ ഗ്രാമത്തിൽ. ഞാനും എൻ്റെ കൂട്ടുകാരും ഇങ്ങനെയുള്ള കുളങ്ങളിൽ നിന്നാണ് നീന്താൻ പഠിച്ചത് എന്ന് പറയുന്നു. കണ്ടോ, പീലിയുടെ അച്ഛൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത് തൊപ്പിയും കൊട്ടയൊക്കെ അവരുടെ കയ്യിലുണ്ട് അല്ലേ. ഇനി നീനു എന്താ പറയുന്നത്, ഓ ഹൗ ഹാപ്പി ഐ ആം വെൻ ഐ സീ ദം ഓൾ എൻജോയിങ്. നീനു സെൽഫി എടുക്കുകയാണ് അല്ലേ. നീനുൻ്റെ ഫ്രണ്ട്സ് കണ്ടോ, ചമേലിയും അപ്പുവും വിക്കും ഒക്കെ എവിടെയാണ്, വെള്ളത്തിലാണുള്ളത്. അവരൊക്കെ കളിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ കളി കാണുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണ് എന്നാണ് ആര് പറയുന്നത്, നീനു പറയുന്നത്. നീനുവിന് വീൽ ചെയറിലായതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകാൻ പറ്റില്ല, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ, കാളപൂട്ട് മത്സരം are held in fields that have been plowed for the second crop after the harvest. ഇതുപോലെയുള്ള കാളപൂട്ട് മത്സരങ്ങളൊക്കെ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പാടങ്ങളിൽ ഇങ്ങനത്തെ മത്സരങ്ങൾ നടക്കാറുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇവിടെ തെയ്യം പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അല്ലേ. ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഉത്സവം നടക്കുകയാണ്. ദിസ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് അവർ വില്ലേജ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഫെസ്റ്റിവൽ അല്ലേ, ഉത്സവം ഇതാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ആർ ഇൻ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽ ഇൻ യുവർ ലൊക്കാലിറ്റി ടു. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലും, അതായത് നിങ്ങൾ ജീവിക്കുന്ന ആ പരിസരത്തും ഇതുപോലെയുള്ള എന്തുണ്ടാവാറില്ലേ, ആഘോഷങ്ങൾ ഉണ്ടാവാറില്ലേ. ആസ്ക് എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി അബൌട്ട് ദ സെലിബ്രേഷൻ സച്ച് ആസ് ഫെസ്റ്റിവൽസ്, ഫീസ്റ്റ്, ഉറൂസ്, ഫെയേഴ്സ്, സ്പോർട്സ്, കോമ്പറ്റീഷൻ എക്സെട്ര ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇതുപോലെയുള്ള ഫെയേഴ്സ് എന്താ പറയുക, ചിലപ്പോൾ എക്സിബിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഓണം പോലെ അല്ലെങ്കിൽ വിഷു പോലെയുള്ള ആഘോഷങ്ങളായിരിക്കാം അല്ലേ, ഈദ് പോലെയുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആഘോഷങ്ങളെക്കുറിച്ച് ഏതിനെങ്കിലും ഒന്നിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. നോക്കാം, ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഓണമാണ്. ഓണം ഈസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് കേരള. ഓണമാണ് കേരളത്തിൻ്റെ വിളവെടുപ്പ് ഉത്സവം എന്ന് അറിയപ്പെടുന്നത്. വി സെലിബ്രേറ്റ് ഓണം ടു വെൽക്കം ദി കിങ് മഹാബലി. മഹാബലിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി, വരവേൽക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. പീപ്പിൾ ഓൾ ഓവർ കേരള സെലിബ്രേറ്റ് ദിസ് ഫെസ്റ്റിവൽ ഫോർ 10 days. 10 ദിവസത്തിനാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ മലയാളം കലണ്ടർ, ഓണം ഫോൾസ് ഇൻ ദ മന്ത് ഓഫ് ചിങ്ങം. അപ്പോൾ മലയാള മാസം അനുസരിച്ച് ചിങ്ങമാസത്തിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓണം ഫോൾസ് ഇൻ ദ യൂഷ്വലി ഇൻ ബിറ്റ്വീൻ ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ. അപ്പോൾ അല്ലേ, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് മിക്കവാറും ഓണം സെലിബ്രേറ്റ് ചെയ്യാറ്. പീപ്പിൾ ഡെക്കറേറ്റ് ദ എൻട്രൻസസ് ഓഫ് ദെയർ ഹോംസ് വിത്ത് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് മെയ്ഡ് ഫ്രം വേരിയസ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് നോൺ ആസ് പൂക്കളം അല്ലേ. ആൾക്കാരൊക്കെ എന്താണ്, വീടിൻ്റെ മുറ്റത്ത്, വീടിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ, എൻട്രൻസിൽ അല്ലേ, കയറി വരുന്ന സ്ഥലത്ത് പൂക്കൾ കൊണ്ട് പല രീതിയിലുള്ള ഫ്ലവർ കാർപ്പറ്റ്, പൂക്കളങ്ങൾ തീർക്കാറുണ്ട്. ബോട്ട് റേസ്, പുലികളി, കൈകൊട്ടിക്കളി എക്സെട്ര ആർ ഫ്യൂ ഗെയിംസ് ഡ്യൂറിങ് ഓണം. കൈകൊട്ടിക്കളിയും പുലിക്കളിയും ഒക്കെ ഉണ്ടാവാറുണ്ട് ഓണത്തിന്. പീപ്പിൾ വെയർ ന്യൂ ക്ലോത്ത്സ് ആൻഡ് ഈറ്റ് ഓണസദ്യ. എന്താണ്, ആൾക്കാർ പുതിയ വസ്ത്രങ്ങൾ ഇടാറുണ്ട്, ഓണസദ്യ കഴിക്കാറുണ്ട്. അടുത്തത് എന്താണ്, അവർ
ആഘോഷങ്ങളൊക്കെ പങ്കെടുത്ത് തിരിച്ചു പോവുകയാണ് അല്ലേ. യു ആർ റിട്ടേണിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പീലി അറ്റ് നൈറ്റ് ആഫ്റ്റർ ദി സൈറ്റ്സ് ഇൻ ദ വില്ലേജ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും പീലിയുടെ കൂടെയും ആ വില്ലേജിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഫെസ്റ്റിവലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഉത്സവമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. ഹാവ് അബൌട്ട് കമ്പോസിങ് ആൻഡ് സിംഗിങ് എ സോങ് അറ്റ് ദിസ് ടൈം. തിരിച്ചു പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പാടാൻ ഒരു പാട്ട് എഴുതിയാലോ. ഷാൽ വി കമ്പോസ് ഈ സോങ് ടൈറ്റിൽ മൈ വില്ലേജ്. മൈ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ഒരു കവിത, ഒരു സോങ് എഴുതാൻ പറയുന്നുണ്ട്. Write a song covering the villages you have seen and Peely's village and sing it in that village. Village is happiness, village is beautiful, village is a wish, village is a blessing, village is natural, village is about people, village is a pure language. That's the reason I love my village. കൊടുക്കാം, ഫുൾ എഴുതണമെന്നില്ല, ഒരു 4 അല്ലെങ്കിൽ 8 ലൈൻ എഴുതിയാലും മതി. My village, the one I live in and the one that lives in me. Pretty birds, the whistle of the squirrels. Squirrels എന്ന് പറഞ്ഞാൽ അണ്ണാൻ. The blowing wind, the smell of grass and the spicy earth. Friends like those village men and cattle down near the river and those blossoming flowers. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം, അല്ല നിങ്ങൾ മലയാളത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് കൊടുക്കാം. നമ്മുടെ നാട്, മലമുകളിൽ പാറക്കൂട്ടം, കാട്ടരുവി ചെറുതോടുകളും, അതിനിടയിൽ വയലേലകളും ഇടതൂർന്ന റബ്ബർ കാടും. കൊടുമുടികൾ പലതുണ്ടിവിടെ, പല പേരിൽ പല നാടായി, ഒരു കൂട്ടം ജനങ്ങളും ഇവിടെ ഒരുപോലെ ജീവിക്കുന്നു. കാവുണ്ട്, അമ്പലമുണ്ട്, ഗുരുപീഠവും പള്ളിക്കൂടവും, നിസ്കാര പള്ളിയുമുണ്ട്. തലമുറകൾ വഴിതെറ്റാതെ വരിവരിയായി പോകാറുണ്ട്, വഴികാട്ടാൻ തെളിദീപവുമായി ചെങ്കൊടിയും മുന്നേയുണ്ട്. ഒരു നോക്കിൻ പുഞ്ചിരി തൂകി ഈ നാട് കൂടെയുണ്ട്. പല വഴികളിൽ പല നാട്ടിൽ പല പേരിൽ പലരായുണ്ട്. ഈ നാടൊന്നുറക്കിക്കരഞ്ഞാൽ ഓടിയെത്തും മക്കളുമുണ്ട്. ഈ നാടിൻ മർമ്മരമറിയാൻ, ഈ നാടിൻ നൊമ്പരമറിയാൻ, ഈ നാടിൻ ഗന്ധവും അറിയാൻ, ഈ മണ്ണിൻ അമർന്നുറങ്ങാൻ. ഈ നാട് ഇങ്ങനെ വേണം, ഈ നാട് ഇങ്ങനെ വേണം. എങ്കിൽ ഇത് നിങ്ങൾക്ക് എഴുതാം. അടുത്തത് എന്തായാലും കൂടി രാത്രി ആകാശം നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഫൈൻഡ് എ സ്പോട്ട് ഇൻ യുവർ പ്ലേസ് വെർ യു ക്യാൻ സീ എ നൈറ്റ് വ്യൂ. നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലെ ഇതുപോലെ രാത്രി ആകാശം തെളിഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വാട്ട് ആർ ദി സൈറ്റ്സ് ഡു യു സീ? നിങ്ങൾ എന്തൊക്കെ കാണാറുണ്ട്? ലെറ്റ്സ് ഡ്രോ ദം. അത് വരയ്ക്കുക. നിങ്ങളുടെ ക്ലാസ്സിലൊരു എക്സിബിഷൻ അതുപോലെ നമുക്ക് ആകാശത്ത് നോക്കിയാൽ രാത്രി കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാം? ഇതുപോലെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, രാത്രിത്തെ ആകാശം എങ്ങനെയാണോ അതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വരയ്ക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ വരയ്ക്കാവുന്നതാണ്. ഇനി എന്താ നീനു പറയുന്നത്? പീലി, ഹൗ ഹാപ്പി ഈസ് യുവർ വില്ലേജ് ആൻഡ് ദ വില്ലേജേഴ്സ്. നിൻ്റെ നാടും നിൻ്റെ നാട്ടുകാരും എത്ര സന്തോഷത്തിലാണ്. ഐ ജസ്റ്റ് കാൺ വെയിറ്റ് ടു ടെൽ അമ്മ അബൌട്ട് ദീസ് സൈറ്റ്സ്. അപ്പു എന്താ പറയുന്നത്? എനിക്ക് ഇതൊക്കെ എൻ്റെ അമ്മയോട് പോയി പറയണം അല്ലേ. വിക്കി എന്താ പറയുന്നത്? ഐ തോട്ട് സിറ്റി ലൈഫ് അലോൺ ഹാസ് ഫൺ, ദാറ്റ് തോട്ട് ചേഞ്ച് ആഫ്റ്റർ ദിസ് ട്രിപ്പ്. ഞാൻ വിചാരിച്ചിരുന്നത് നഗരത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ സന്തോഷമുള്ളൂ എന്നാണ്, പക്ഷേ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നതോടുകൂടി എൻ്റെ ആ ചിന്ത ആകെ തന്നെ മാറിപ്പോയി എന്നാണ് പറയുന്നത്. ഇനി ചമേലി എന്താ പറയുന്നത്? മൈ മാ ഹാസ് ടോൾഡ് മീ ദാറ്റ് മൈ നേറ്റീവ് വില്ലേജ് ഈസ് ഓൾസോ ലൈക്ക് ദിസ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ എൻ്റെ നേറ്റീവ് വില്ലേജ്. ചമേലി അവിടെ നിന്നാണ് വരുന്നത്, അസ്സാമിൽ നിന്നാണല്ലേ. അപ്പോൾ അസ്സാമും ഇങ്ങനെയൊക്കെയാണെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് ചമേലി പറയുന്നത്. ഇനി എന്താ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി? ഫ്രണ്ട്സ് ഹു വിസിറ്റഡ് പീലീസ് വില്ലേജ് വിത്ത് യു ഹാവ് ഷെയർഡ് ദെയർ ഒപ്പീനിയൻ അല്ലേ. പീലിയുടെ വില്ലേജിലേക്ക് പോയ ആൾക്കാരൊക്കെ അവരുടെ ഒപ്പീനിയൻ, അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു അല്ലേ. ഡോണ്ട് യു ഓൾസോ ഹാവ് സംതിങ് ടു സേ അബൌട്ട് പീലീസ് വില്ലേജ്. നിങ്ങൾക്ക് പീലിയുടെ വില്ലേജ് കണ്ടിട്ട് എന്തൊക്കെയാണ് തോന്നിയത് അത് എഴുതാനാണ് പറയുന്നത്. ഐ ഫെൽറ്റ് റിയലി ഹാപ്പി ആഫ്റ്റർ വിസിറ്റിംഗ് പീലീസ് വില്ലേജ്. പീലിയുടെ വില്ലേജിലേക്ക് പോയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഐ കുഡ് എൻജോയ് ദ ഫ്രഷ് എയർ അല്ലേ. നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ പൊല്യൂഷൻ, പുകയൊക്കെ ഉള്ള വായുവാണ് ശ്വസിക്കുന്നത്. ഗ്രാമങ്ങളിൽ എങ്ങനെയാണ്? അത്രയൊന്നും കലർപ്പില്ലാത്ത ശുദ്ധവായുവാണുള്ളത്. അപ്പോൾ എനിക്ക് ശുദ്ധവായു ശ്വസിക്കാൻ പറ്റി. ഐ ലൈക്ക് ദി പാഡി ഫീൽഡ്സ് ആൻഡ് ദി ഓർഗാനിക് വേ ഓഫ് കൾട്ടിവേഷൻ. എനിക്ക് അവിടെയുള്ള പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവരെന്താണ് അധികം മരുന്നൊന്നും അടിക്കുക. അപ്പോൾ അവരെങ്ങനെയാണ് പാടങ്ങളിലും പറമ്പുകളിലും ഒന്നും അധികം മരുന്നുകളൊന്നും അടിക്കാറില്ല അല്ലേ. നമുക്ക് കിട്ടുന്ന പോലെ വിഷം ചേർന്ന പച്ചക്കറികളും ഭക്ഷ്യസാധനങ്ങളും ഒന്നുമല്ല അവിടെയുള്ളത്. അപ്പോൾ എനിക്ക് അവിടുത്തെ കൃഷി രീതികളൊക്കെ വളരെയധികം ഇഷ്ടമായി എന്നാണ് പറയുന്നത്.
ഐ ഗോട്ട് ടു എൻജോയ് സം ഫ്രഷ് ആൻഡ് ഓർഗാനിക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് ദർ. എനിക്ക് അവിടെ ഈ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഫലവർഗ്ഗങ്ങളും കഴിക്കാൻ പറ്റി. ദ പീപ്പിൾ ഇൻ ദ വില്ലേജ് ആർ വെരി ഹെൽപ്ഫുൾ ആൻഡ് ദേ ലിവ് ഇൻ ഹാർമണി. വില്ലേജിലുള്ള ആൾക്കാർ വളരെ ഹെൽപ്ഫുൾ ആണ് അല്ലേ, വളരെയധികം സഹായ മനോഭാവമുള്ളവരാണ്. അതുപോലെ തന്നെ എന്താണ്, ഹാർമോണി, അവർ ഒത്തൊരുമിച്ചാണ് അവിടെ ജീവിക്കുന്നത്. ദേ ലിവ് ലൈക്ക് വൺ ബിഗ് ഫാമിലി ഹു ഓൾവേസ് ടേക്സ് കെയർ ഓഫ് ഈച്ച് അതർ. അവരെല്ലാവരും ഒറ്റ ഒരു ഫാമിലി പോലെ, ഒറ്റ ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കെയർ ചെയ്തുകൊണ്ടാണ് അവരുടെ ഓരോ ദിവസവും കഴിയുന്നത്. ഇനി എന്താണ് ഇവിടെ എന്താ കൊടുത്തിട്ടില്ല നോക്കാം. ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രിപ്പ് യു മൈറ്റ് ഹാവ് പ്രീകൺസീവ്ഡ് നോഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ്, ദ വേസ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ദ ലൈഫ് ഓഫ് അതർ പീപ്പിൾ. നമ്മൾ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് പീലിയുടെ വില്ലേജിനെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവും അല്ലേ. നമ്മളൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുമ്പോൾ ആ സ്ഥലം അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ അങ്ങനെയായിരിക്കും, അവിടുത്തെ ഭക്ഷണം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അതിനെയാണ് പ്രീ കൺസീവ്ഡ് നോഷൻ എന്ന് പറയുക. പോകുന്നതിന് മുമ്പേ നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ആ തോന്നലുകൾ. യു ഹാഡ് ഓൾവേസ് വ്യൂഡ് ദ വേൾഡ് ത്രൂ സച്ച് തോട്ട്സ് ടിൽ ദെൻ ഹാഡ് ഇൻ യു. അല്ലേ, ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് അല്ലേ, ഇപ്പോൾ എന്താണ്, നമുക്ക് സ്നോ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ കശ്മീർ പോയി കഴിഞ്ഞാൽ അല്ലേ, ഐസുള്ള സ്ഥലത്ത് പോയാൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും. പക്ഷെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ആ തോന്നലുകൾ അപ്പാടെ മാറാറുണ്ട്. ഡിഡിൻ യു ഗീവ് അപ്പ് മെനി സച്ച് പ്രീ കൺസീവ്ഡ് നോഷൻ ഡ്യൂറിങ് ദിസ് ജേർണി. അപ്പോൾ അതുപോലെയുള്ള നിങ്ങളുടെ മനസ്സിൽ ആ ഗ്രാമത്തെ പറ്റിയുണ്ടായിരുന്ന പിക്ചറുകളിൽ ചിലതെങ്കിലും മാറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഡിഡിൻ യു ഗെയിൻ സം ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് നോളജ്. അല്ലേ, നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസും നോളജും ഒക്കെ കിട്ടിയില്ലേ. ലിസൺ ടു പീലീസ് ഫ്രണ്ട്. അല്ലേ, പീലീസിൻ്റെ ഫ്രണ്ട്സ് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. അല്ല, വിക്കി എന്താ പറയുന്നത്? I thought I would be happy only with advanced facilities in the city. Such a thought has changed. എന്താ പറയുന്നത്? ഞാൻ വിചാരിച്ചു സിറ്റിയിലുള്ള ആഡംബര ജീവിതം അല്ലെ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ആ ഒരു ചിന്തയൊക്കെ എൻ്റെ മാറിപ്പോയി എന്നാണ് വിക്കി പറയുന്നത്. ഇനി എന്താണ് അപ്പു എന്താ പറയുന്നത്? അപ്പു പറയുന്നത് ഇതാണ്. ഐ വാസ് തിങ്കിങ് ദ സെയിം ആസ് വിക്കി സെഡ്. വിക്കി പറഞ്ഞതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത്. വി ഹാഡ് അവർ ഓൺ ഹാപ്പിനെസ് ദർ. ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് ഹാപ്പിനെസ് എവരിവെയർ. ഇപ്പം എനിക്ക് എന്ത് മനസ്സിലായി? എല്ലാ സ്ഥലത്തും അതിൻ്റേതായ സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അപ്പു പറയുന്നു. ഇനി അടുത്തത് ആരാണ്? അടുത്തത് ചമേലിയാണ്. I was afraid that everyone would see me as a kid from another state and might set me aside. It has changed. നമ്മൾ പറഞ്ഞു ചമേലിയുടെ അമ്മയ്ക്ക് പേടിയാണ്. കാരണം ചമേലി പുറത്തു നിന്നുള്ളൊരു സ്ഥലത്ത് നിന്ന് വന്നതായ കാരണം ആൾക്കാർ സംസാരിക്കുമോ അകറ്റി നിർത്തുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ മനസ്സിലെ വിചാരങ്ങളൊക്കെ മാറിയെന്നാണ് ആര് പറയുന്നത്? ചമേലി പറയുന്നത്. ഇനി നീനു എന്താ പറയുന്നത്? ഐ നെവർ തോട്ട് ഐ കുഡ് എക്സ്പീരിയൻസ് ദീസ് സൈഡ്സ് ആൻഡ് എൻജോയ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നാണ് ആര് പറയുന്നത്? നീനു പറയുന്നത്. ഓക്കെ, ദീസ് ചിൽഡ്രൻ ഹാവ് കറക്റ്റഡ് ദ പ്രീ കൺസീവ് നോഷൻ ഹാവിൻ ദേ. അവരുടെ മനസ്സിലുള്ള ഉണ്ടായിരുന്ന പല കാര്യങ്ങളും മാറിപ്പോയി അല്ലേ. യു ടു ഹാവ് ട്രാവൽ ത്രൂ പീലീസ് വില്ലേജ്. നിങ്ങളും പീലിയുടെ വില്ലേജിൽ കൂടെ ഒരു യാത്ര നടത്തിയില്ലേ. വാട്ട് ആർ ദി ന്യൂ പീസസ് ഓഫ് ഇൻഫർമേഷൻ ഗെയിൻ ഡ്യൂറിങ് ദിസ് ജേർണി? ഷെയർ യുവർ എക്സ്പീരിയൻസസ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പുതിയ അറിവുകൾ എന്തൊക്കെയാണ് അത് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഐ ഗോട്ട് ടു ലേൺ ന്യൂ I could see the different organic methods of farming used by the farmers. അല്ലേ, അവിടെയുള്ള ഫാമേഴ്സ് യൂസ് ചെയ്യുന്ന ഓർഗാനിക് മെത്തേഡ്സ് അല്ലേ, ജൈവ കൃഷി രീതികൾ എന്തൊക്കെയാണെന്ന് എനിക്ക് കാണാൻ പറ്റി. അത് പറയാം അല്ലേ. പിന്നെന്താണ് I thought that kids could be happy only with gadgets. അല്ലേ, ഫോണോ അല്ലെങ്കിൽ എന്താണ് പ്ലേ സ്റ്റേഷനോ ഉണ്ടെങ്കിലൊക്കെ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. ബട്ട് ആഫ്റ്റർ വിസിറ്റിംഗ് ദ വില്ലേജ് ഐ നോ ദാറ്റ് ദർ ആർ സോ മെനി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ദർ ആർ സോ മെനി ഔട്ട്ഡോർ ഗെയിംസ് വിച്ച് വി ക്യാൻ പ്ലേ. അല്ലേ, വീടിൻ്റെ പുറത്ത് പോയിട്ട് പല ഗെയിംസും നമുക്ക് കളിക്കാൻ പറ്റും. ആൻഡ് വി കുഡ് ബി മോർ ഹാപ്പി. ഈ ഗാഡ്ജറ്റ്സ് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതിനേക്കാളും എത്രയോ അധികം സന്തോഷം അങ്ങനെയുള്ള ഗെയിംസ് തരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഈ ഒരു പാഠഭാഗം വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പാഠം ഞാൻ 2 ഭാഗമായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ബാക്കിയുള്ള
വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്